ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒരു ചോദ്യവും അതിനോടനുബന്ധിച്ച് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ വന്ന ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആർക്കിടെക്ചറൽ സ്പ്ലെൻഡർ ഓഫ് മെഡീവൽ പീരീഡ് ഈസ് എവിഡൻറ്റ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ചർച്ചസ് അറ്റ് ദാറ്റ് പീരീഡ്. Identify the architecture style of the church constructed in 12th century. അപ്പോൾ 12th സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ചർച്ചിൻ്റെ ഒരു പിക്ചറാണ്. ഇത് ഏത് സ്റ്റൈലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് സ്റ്റൈലാണ്? ഇത് ഗോത്തിക് സ്റ്റൈലാണ്. എന്താണ്? ഗോത്തിക് സ്റ്റൈല്. ഗോത്തിക് സ്റ്റൈല്. അപ്പോൾ നമ്മൾ ആ പാഠഭാഗത്തിൽ ഒരുപാട് സ്റ്റൈൽസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ, റോമനിസ്റ്റ് സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ? ഈ സ്റ്റൈലിൻ്റെ ഒരു ഫീച്ചർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരൊറ്റ പോയിൻ്റ് എഴുതിയാൽ മതി. പോയിൻ്റ് ടവേഴ്സ് ആൻഡ് ആർച്ചസ് ആർ ദ മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. അപ്പം പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് നോൺ ആസ് ഗോത്തിക് സ്റ്റൈൽ. അപ്പോൾ ഈ ഗോത്തിക് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഗോത്തിക് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? പോർച്ചുഗീസാണ്. അതിൻ്റെ ഫീച്ചറാണ് എഴുതാൻ പറഞ്ഞത്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. പോയിൻ്റ് ടവേഴ്സ് ആർച്ചസ് ആർ ദ മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. അപ്പോൾ എന്താണ് പോയിൻ്റ് ടവേഴ്സ്? അത് നമ്മളിവിടെ കണ്ടല്ലോ, പോയിൻ്റ് ടവേഴ്സ്. അതേപോലെ ആർച്ചസും ആണ് ഈ ഒരു സ്റ്റൈലിൻ്റെ മെയിൻ ഫീച്ചർ. അതിന് എക്സാമ്പിളായിട്ട് 2 ചർച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, അതേ തന്നെ ബോൺ ജീസസ് ചർച്ച് ഇൻ ഗോവ ആർ ദ എക്സാമ്പിൾ ഓഫ് ദി സ്റ്റൈൽ. അപ്പോൾ ഗോത്തിക് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോയിൻ്റ് ടവേഴ്സും ആർച്ചസുമാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. അതിൻ്റെ എക്സാമ്പിളാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി ആൻഡ് ബോൺ ജീസസ് ചർച്ച് ഇൻ ഗോവ. അപ്പോൾ അത്രയാണ് ആ പോയിൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഗോത്തിക് സ്റ്റൈൽ കൂടാതെ നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റൈൽ പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്ററിൽ, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല്. അടുത്തൊരു സ്റ്റൈലിൻ്റെ പേരാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല്. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മൾ പറഞ്ഞു ഗോത്തിക് സ്റ്റൈല് പോർച്ചുഗീസുകാരാണ്. അതേപോലെ ഈ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? മുഗൾസാണ്. സൽത്തനേറ്റ് ഭരണ കാലത്ത് ഉണ്ടായ ഒരു സ്റ്റൈലാണ്. സൽത്തനേറ്റ് ഭരണ കാലത്ത് ഉണ്ടായ ഒരു സ്റ്റൈലാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാരറ്റ്സ് വേർ ദ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. അപ്പോൾ അതിൻ്റെ സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാരറ്റ്സ് ആർ ദ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വർ കർവ്ഡ് ഓൺ ഡെക്കറേറ്റിംഗ് ബിൽഡിങ്സ്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫിഗേഴ്സും അതേപോലെ പ്ലാന്റ്സിൻ്റെ ഫിഗേഴ്സും ഒക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരു ഫീച്ചർ ഏതെങ്കിലും 2 ഫീച്ചറൊക്കെ എഴുതാനേ വരുള്ളൂ. അപ്പോൾ എളുപ്പമുള്ള 2 പഠിച്ചു വെക്കുക. ആർച്ച്, ഡോംസ് ആൻഡ് മിനാരറ്റ്സ് വർ ദ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ. ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വർ കർവ്ഡ് ഫോർ ഡെക്കറേറ്റിംഗ് ബിൽഡിങ്സ്. പിന്നെന്താണ്? മോട്ടാർസ്, റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് മാർബിൾസ് വർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്? മോട്ടാർസ്, അതേപോലെ റെഡ് സാൻഡ്സ്റ്റോൺ, മാർബിൾ. ഓക്കെ. സ്പേഷ്യസ് ഗാർഡൻ വെയർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രിമിസസ്. ബിൽഡിങ്ങിനോടനുബന്ധിച്ചിട്ട് തന്നെ നല്ല വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു വേറൊരു പ്രത്യേകതയാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ. സ്കിൽഡ് ആർക്കിടെക്ട് ഫ്രം തുർക്കി ആൻഡ് പേർഷ്യ ആൻഡ് ദ ഇൻഡിജിനസ് സ്കൾപ്ചേഴ്സ്, ലേബേഴ്സ് ആൻഡ് മാസൺസ് ടുഗദർ ബിൽഡ് സച്ച് എ വണ്ടർഫുൾ കൺസ്ട്രക്റ്റഡ്. അപ്പം തുർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ ഒരു 2-3 പഠിച്ചു വെക്കാം. ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാരറ്റ്സ് വേർ ദ features of this style. Figures of flowers and plants were carved on decorated buildings. Mortars, red stones and marbles were used for the construction. Spacious garden were set on the building. അപ്പോൾ ഈ ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ ഉദാഹരണങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റൈലിൽ ബിൽഡ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് കുത്തബ് മിനാർ. എന്താണ് കുത്തബ് മിനാർ? പിന്നെ
പിന്നെ അതാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക താജ്മഹൽ, റെഡ് ഫോർട്ട്, ഇതൊക്കെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ 2 സ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സാണ് പഠിച്ചത്. അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു, അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും പഠിച്ചു. അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിച്ച ആരാണ്? ഗോത്തിക് സ്റ്റൈൽ, പോർച്ചുഗീസാണ്. പോയിൻറ്റഡ് ടവേഴ്സ് ആൻഡ് ആർച്ചസ് ആണ് അതിൻ്റെ മേജർ ഫീച്ചേഴ്സ്. അതിന് ഉദാഹരണം ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. അതേപോലെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പീരീഡ് സൽത്തനേറ്റ് പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റൈലാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. അതിൻ്റെ 2 ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. അതിന് ഉദാഹരണങ്ങൾ എന്താണ്? കുത്തബ് മിനാറും താജ്മഹൽ ഒക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Following are the universities that were established in the medieval Europe. Find out the right in which countries these universities were established. അപ്പോൾ മിഡീവൽ വേൾഡിൽ ആ ഒരു സമയത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റീസ് എവിടെയൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പാതുവ എന്ന് പറയുന്നത് എവിടെയാണ്? പാതുവ എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ പാതുവ കൂടാതെ വേറൊരു പാതുവ കൂടാതെ വേറൊരു യൂണിവേഴ്സിറ്റിയും ഉണ്ട് ഇറ്റലിയിൽ, പാതുവയുമാണ് ഇറ്റലിയിലുള്ളത്. പാതുവ. സ്പെയിനുള്ളത് പാർമ കോർഡോവ. ഫ്രാൻസിലുള്ളത് പാരീസ്, ടുലോസ്. ഇംഗ്ലണ്ട് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്. ഇംഗ്ലണ്ടിലുള്ള നമുക്ക് പരിചയമായിരിക്കും, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിലൊക്കെ കുറേ പേരൊക്കെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചവരുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടും ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും അറിയാം. വേറെ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത് ഇറ്റലിയിലെ പാതുവ, സ്പെയിനിലെ പാർമ കോർഡോവ, ഫ്രാൻസിലെ പാരീസ്, ടുലോസ്. അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ പാതുവ നമ്മൾ പറഞ്ഞു ഇറ്റലിയിലാണ്. ഇനി പാർമ എവിടെയാണ്? സ്പെയിനിലാണ്. ഓക്കെ, പാർമ സ്പെയിനിലാണ്. സ്പെയിനിൽ വേറൊരു യൂണിവേഴ്സിറ്റിയും കൂടി ഉണ്ട്, കോർഡോവ. എന്താണ്? കോർഡോവ. ഇനി നെക്സ്റ്റ് ഏതാണ്? പാരീസ് എവിടെയാണ്? പാരീസ് ഫ്രാൻസിലാണ്. അതേപോലെ തന്നെ പാരീസിൽ വേറൊരു ഇതും കൂടി ഉണ്ട്, ടുലോസ് എന്ന് പറഞ്ഞ വേറൊരു യൂണിവേഴ്സിറ്റിയും കൂടി ഉണ്ട്. അപ്പം പാരീസ്, ടുലോസും ഫ്രാൻസിലുള്ളതാണ്. ഇനി ഓക്സ്ഫോർഡ് നമുക്കറിയാം ഇംഗ്ലണ്ടിലുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. പാതുവ എവിടെയാണ്? പാതുവ ഇറ്റലിയിലാണ്. പാർമ സ്പെയിനിലാണ്. പാരീസ് ഫ്രാൻസിലാണ്. ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതേ സമയത്ത് വേറൊരു 2 മൂവ്മെൻറ്റ്സിനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ലിറ്ററേച്ചർ ആ മെഡീവൽ പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ 2 മൂവ്മെൻറ്റ്സാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് എന്താണ്? ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻ്റ് ആണ്. ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ് വിച്ച് ഒറിജിനേറ്റഡ് ഡ്യൂറിങ് ദ medieval period played a major role in the progress of literature. നമ്മുടെ medieval period ഇന്ത്യയിൽ ഈ ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ്. അപ്പോൾ 2 മൂവ്മെൻറ്റ്സ് ഏതാണെന്ന് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ്. അപ്പോൾ 2 മൂവ്മെൻറ്റ്സ് ദാറ്റ് ഈസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ ദ medieval period എന്ന് ചോദിച്ചാൽ നമുക്ക് ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ് എഴുതാം. അതിൽ ഭക്തി മൂവ്മെൻറ്റിൻ്റെ എന്താണ്? സ്ട്രെങ്തൻഡ് വെർണാക്കുലസ് വിത്ത് പോയിന്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് വളരെയധികം പ്രചാരം നേടാൻ കാരണം എന്താണ്? ദേ റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അതായത് സാധാരണക്കാരൻ്റെ ഭാഷയിലായിരുന്നു അവർ സാഹിത്യ രചനകളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഭക്തി മൂവ്മെൻറ്റിൻ്റെ എന്താണ്? റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. അതേപോലെ തന്നെ നമുക്കൊരു ഡയഗ്രാം തരും, നമുക്കൊരു പദസൂര്യൻ തരും, എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറയും. അതായത് ചൈനീസ് നമുക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എങ്ങനെയാണ്? കംപ്ലീറ്റ് ദ ഡയഗ്രാം വിത്ത് ദ ചൈനീസ് കോൺട്രിബ്യൂഷൻ ഇൻ ടു സയൻസ് ടെക്നോളജി ആർട്ട് ഡ്യൂറിങ് medieval പീരീഡിൽ ചൈനക്കാരുടെ സംഭാവന. അത് എവിടെയാണ്? സയൻസും ടെക്നോളജി അതേപോലെ തന്നെ ആർട്ടിലും ചൈനക്കാർ എന്തൊക്കെ സംഭാവന ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ദ ചൈനീസ് ഇൻവെൻറ്റഡ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ. അപ്പോൾ നമുക്ക് ഗൺ പൗഡർ എന്ന് ഇവിടെ എഴുതാം. പിന്നെ എന്താ എഴുതാം? പ്രിൻറ്റിംഗ് മെഷീൻ. അതൊക്കെ ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്? ചൈനക്കാരാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ദ ചൈനീസ് ഇൻവെൻറ്റഡ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ. അപ്പം ഗൺ പൗഡറും പ്രിൻറ്റിംഗ് മെഷീനും എഴുതാം. പിന്നെ എന്താണ്? ദ യൂറോപ്യൻസ് അക്വയർഡ് നോളജ് അബൌട്ട് ദീസ് ഫ്രം ദ ചൈനീസ് പ്രിൻറ്റിംഗ് ടെക്നോളജി ഹെൽപ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ്. അപ്പം
കണ്ടുപിടുത്തം എങ്ങനെ സഹായിച്ചു എന്നാണ്. ദ പ്രിൻറ്റിംഗ് ടെക്നോളജി ഹെൽപ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ് വർദ്ധിക്കാൻ പ്രിൻറ്റിംഗ് ടെക്നോളജി സഹായിച്ചു. പിന്നെ വേറൊരു കോൺട്രിബ്യൂഷനാണ് മറൈനേഴ്സ് കോമ്പസ്, എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ ഈസ് ഓൾസോ ചൈനീസ് കോൺട്രിബ്യൂഷൻ. മറൈനേഴ്സ് കോമ്പസ് അറിയാം. കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ. അതും കോമ്പസും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ചൈനക്കാരാണ്. They were excellent in architecture too. അവർ ആർക്കിടെക്ചറിലും വളരെ എക്സലൻ്റ് ആയിരുന്നു. ദിസ് ഈസ് എവിഡൻറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പഗോഡാസ്, ദ ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ് ഓഫ് വേർഷിപ്പ്. ബുദ്ധക്കാരുടെ വേർഷിപ്പിൻ്റെ സ്ഥലമാണ്, ആരാധനയുടെ സ്ഥലമാണ് എന്ത്? പഗോഡാസ്. അതും അവരുടെ ആർക്കിടെക്ചറിലുള്ള കഴിവിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ചൈനീസിൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ ഗൺ പൗഡർ പഠിച്ചു, പ്രിൻറ്റിംഗ് ടെക്നോളജി പഠിച്ചു, പിന്നെ നമുക്ക് എന്ത് പറയാം? കോമ്പസ് ഓക്കെ, കോമ്പസ് പറയാം, പിന്നെ നമുക്ക് പഗോഡാസ് പറയാം. ഇത്രയും നമുക്ക് ചൈനക്കാരുടെ സംഭാവന ആയിട്ട് പറയാം. എന്തൊക്കെയാണ്? ഗൺ പൗഡർ, പ്രിൻറ്റിംഗ് ടെക്നോളജി, പഗോഡാസ് ആൻഡ് മറൈൻ കോമ്പസ്. എന്നുകൂടി പറയാം. ദ ചൈനീസ് ഇൻവെൻറ്റഡ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ. പിന്നെ നമുക്ക് പറയാം ദ മറൈനേഴ്സ് കോമ്പസ്, ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ. പിന്നെ നമുക്ക് പറയാം പഗോഡാസ്. പഗോഡാസ് ഒക്കെ ഒരുപാട് തവണ വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ആ ഒരു പാഠഭാഗത്ത് പഠിക്കേണ്ടതെന്ന് അറബികളുടെ സംഭാവന. കംപ്ലീറ്റ് ദ ഡയഗ്രാം ദാറ്റ് ഡെപ്ലിക്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. ഇതേപോലെ ഒരു പദസൂര്യൻ തരും, നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് നോക്കാം. ദ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ് വർ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. Al-Razi and Ibn Sina were the scholars in the field of medical science. അപ്പോൾ അറബികളുടെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത രണ്ട് പേരാണ് അൽ-റാസി ആൻഡ് ഇബ്ന് സീന. അൽ-റാസി ആൻഡ് ഇബ്ന് സീന were the scholars in the field of medical science. അതിൽ മെഡിക്കൽ സയൻസിൽ നമുക്ക് അൽ-റാസിൻ്റെ പറയാനുള്ളത് കിതാബുൽ ഹവേ ഈസ് റിട്ടൺ ബൈ അൽ-റാസി ഇസ് ദ വർക്ക് മെഡിക്കൽ സയൻസ്. അപ്പോൾ കിതാബുൽ ഹവേ റിട്ടൺ ബൈ അൽ-റാസി. ഇനി അൽ ഖാനൂൻ ഈസ് ദ വർക്ക് ഓഫ് ഇബ്ന് സീന. അപ്പോൾ രണ്ട് പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽ-റാസി ആൻഡ് ഇബ്ന് സീന. അത് മെഡിക്കൽ സയൻസ് ഫീൽഡിൽ എന്താണ്? കിതാബുൽ ഹവേ റിട്ടൺ ബൈ അൽ-റാസി ഈസ് ദ വർക്ക് ഓൺ മെഡിക്കൽ സയൻസ്, അൽ ഖാനൂൻ ഈസ് ദ വർക്ക് ഓഫ് ഇബ്ന് സീന. ഇനി അത് മാത്രമല്ല റുബയ്യാത്ത് ഓഫ് ഒമർ ഖയാം, ഷാനാമ റിട്ടൺ ബൈ ഫിർദോസി വർ ദ റിമാർക്കബിൾ ലിറ്ററേച്ചർ വർക്ക് ഓഫ് ദ പീരീഡ്. അപ്പോൾ ലിറ്ററേച്ചറിൽ ആരൊക്കെയാണ് നമുക്ക് പറയാനുള്ള? റുബയ്യാത്ത് ഉമർ ഖയാം എഴുതിയ റുബയ്യാത്ത്, അതേപോലെ ഷാനാമ റിട്ടൺ ബൈ ഫിർദോസി. പിന്നെ അതേപോലെ തന്നെ വേറൊരു വർക്കാണ് ദ ഫേമസ് 1001 നൈറ്റ്സ് അറേബ്യൻ നൈറ്റ്സ് ഈസ് അനദർ ലിറ്റററി കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ്. 1001 രാവുകൾ 1000 നൈറ്റ്സ്, അതും എന്താണ്? അറബികളുടെ സംഭാവനകളാണ്. ഇനി അടുത്തത് എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി. ദേ പ്രൊപ്പഗേറ്റഡ് the Arabs acquired knowledge on science and technology that originated in ancient India. ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നാണ് അവർ ഈ സയൻസിലും ടെക്നോളജിയിലുള്ള നോളേജൊക്കെ അക്വയർ ചെയ്തത്. അവരവിടെ എവിടെ പോയി അത് ചെയ്തു? ദേ പ്രൊപ്പഗേറ്റഡ് ഇൻ യൂറോപ്പിൽ പോയിട്ട് അവരത് അവിടെ ആവിഷ്കരിച്ചു. ദ കൺസെപ്റ്റ് ഓഫ് സീറോ ആൻഡ് ഡെസിമൽ സിസ്റ്റം ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദീസ്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് സീറോ അതേപോലെ തന്നെ ഡെസിമൽ സിസ്റ്റം ഒക്കെ ആരുടെ സംഭാവനയാണ്? അറബിൻ്റെ സംഭാവനയാണ്. അപ്പോൾ അറബുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? അറബിൻ്റെ സംഭാവന എന്താണ്? സീറോ, പിന്നെ ഡെസിമൽ സിസ്റ്റം, പിന്നെന്താണ്? പിന്നെ ഇതൊക്കെ എഴുതാം. റുബയ്യാത്ത് ഓഫ് ഒമർ ഖയാം, ഷാനാമ റിട്ടൺ ബൈ ഫിർദൗസി, കുതാബുൽ ഹവേ ഈസ് റിട്ടൺ ബൈ അൽ-റാസി, അൽ ഖാനൂൻ ഈസ് ദ വർക്ക് ഓഫ് ഇബ്ന് സീന. അപ്പോൾ നമ്മൾ ചൈനീസിൻ്റെയും പഠിച്ചു, അതേപോലെ തന്നെ അറബിൻ്റെ കോൺട്രിബ്യൂഷനും പഠിച്ചു. ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഹൗ വേർ ദ ഗിൽഡ്സ് ഫോംഡ്? റൈറ്റ് നോട്ട്സ് ഇറ്റ്. ഗിൽഡുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ഗിൽഡ്, അവരെ പറ്റിയിട്ട് ഒരു നോട്ട് എഴുതാനാണ്. ദ ന്യൂ cities that newly emerged in Europe were the centers of trade and handicraft. അപ്പോൾ പുതിയ സിറ്റീസൊക്കെ മിഡീവൽ വേൾഡിൻ്റെ ആ ഒരു ഭാഗമായിട്ട് പുതിയ സിറ്റീസും യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. ദ ന്യൂ സിറ്റീസ് ദാറ്റ് ന്യൂലി എമേർജ്ഡ് ഇൻ യൂറോപ്പ് വർ ദ സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. അത് എന്തിൻ്റെ സെൻറ്റർ ആയിരുന്നു? ട്രേഡ്, വ്യാപാരം, അതേപോലെ ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല വിദ്യകളുടെ ഒക്കെ ഒരു സെൻറ്റർ ആയിരുന്നു. ദ മെർച്ചൻ്റ് ഓഫ് ദീസ് സിറ്റീസ് ഫോംഡ് ദ ട്രേഡ് ഗ്രൂപ്പ്സ് കോൾഡ് ഗിൽഡ്സ്. അപ്പോൾ ഈ ഒരു സിറ്റീസിലെ മെർച്ചൻസ്, വ്യാപാരികളൊക്കെ ഒരു സംഘടന ഉണ്ടാക്കി. ഇന്നും നമ്മൾ കേൾക്കുന്നില്ല സംഘടന. അതേപോലെ പണ്ട് കാലത്തെ വ്യാപാരികളുടെ സംഘടനയെ പറയുന്ന പേരാണ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഗിൽഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, കോബ്ലേഴ്സ്, കാർപ്പൻറ്റേഴ്സ് എക്സെട്ര ഹാഡ് ഫോംഡ് ബിഡ്സ്. അപ്പോൾ മർച്ചൻസ് ആണ് ആദ്യം ഫോം ചെയ്തത്. പിന്നെ മർച്ചൻസിനെ കൂടാതെ ബ്ലാക്ക് സ്മിത്തും ഗോൾഡ് സ്മിത്തും കോബ്ലേഴ്സും കാർപ്പൻറ്റേഴ്സും ഒക്കെ ഫോംഡ് ഗിഡ്സ്, അവരൊക്കെ ഗിഡ്സ് ഫോം ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നതാണ്. ആരൊക്കെയാണ് വേറെ ഫോം ചെയ്തിരുന്നത്? അപ്പം ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, അതേപോലെ കോബ്ലേഴ്സ്, കാർപ്പൻറ്റേഴ്സ്. അപ്പം ഗിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ സിറ്റീസ് cities that newly emerged in Europe were the centers of trade and handicraft. The merchants of these cities formed the trade groups called guilds in addition to the merchants. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആക്ടിവിറ്റി 1 ആണ്. ആക്ടിവിറ്റി 1-ഉമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 10 ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയറിൽ വന്ന 10 ചോദ്യങ്ങളല്ല, അതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.